ഗുഡ് മോർണിംഗ് എവരും പ്രേസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു ബലി തന്നെയായിരുന്നു അല്ലെ. ഈ ലോകത്തിലേക്ക് തനിക്ക് ഉള്ളതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് യേശുക്രിസ്തു വന്നത്. തന്നെ ക്രൂസിഫൈ ചെയ്യുന്നതിന് വേണ്ടി, തന്നെ എന്താ പറയുക, ഒരു ബലിയായിട്ട്, ദൈവത്തിന് ഒരു ബലിയായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ. ആ ബലിപീഠം എന്ന് പറഞ്ഞ ക്രോസ് ഓഫ് കാൽവരി ആയിരുന്നു. നമുക്കറിയാം, ഗെത്സമനേൽ വെച്ച് യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ദൈവം അങ്ങ് അല്ല. അപ്പോൾ എന്നിൽ നിന്ന് കപ്പെടുത്ത് മാറ്റിക്കളഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ വില്ലല്ല, അങ്ങയുടെ വില്ല് തന്നെ സാധിക്കട്ടെ അല്ലെ, അങ്ങയുടെ വില്ല് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ ദൈവമാണ് യേശുക്രിസ്തു. എന്ന് വെച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ഒരു ബലിയായിട്ട് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബലിയായിട്ടാണ് യേശുക്രിസ്തു സമർപ്പിച്ചത്. അല്ലാതെ യേശുവിന് താല്പര്യമുള്ള രീതി പോലെ ആയിരുന്നില്ല അല്ലെ. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും ഒരു ബലിയായിട്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ അല്ലെ, നമ്മുടെ ഹൃദയം അതൊരു ബലിപീഠമാണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം നമ്മളെ ബലി കൊടുക്കുന്നതും. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം ബലിപീഠമായിരിക്കണം നമ്മുടെ ഹൃദയവും ആയിരിക്കേണ്ടത് അല്ലെ. ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ നമ്മുടെ മോഹങ്ങൾക്കോ നമ്മളുടെ ഇഷ്ടങ്ങൾക്കോ ഒരു യാതൊരു വിധത്തിലുള്ള പ്രാധാന്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മളതിന് പ്രാധാന്യം കൊടുക്കുക ആണെങ്കിൽ അത് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കത്തില്ല. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ള ജീവിതത്തിൽ ജീവിക്കാനൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തന്നായിട്ട് നന്ദി പറഞ്ഞു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ലോഡ് പാത്രമാണ് അങ്ങയുടെ കൃപയ്ക്കായിട്ട്. കൃപ സ്വീകരിക്കാൻ വേണ്ടി കൃപയ്ക്ക് പാത്രങ്ങളാകാൻ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരല്ല ഞങ്ങൾ. പക്ഷെ എന്നാലും കർത്താവ് ലോഡ് ഞങ്ങളെ ക്വാളിഫൈഡ് ആക്കി എടുത്തതാണെന്ന് യേശു നന്ദി പറയുന്നത്. അങ്ങയുടെ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങൾ വാഷ് ചെയ്യാനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് സ്നോ പോലെ വെളുപ്പാക്കി എടുത്തതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ്. ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിന്റെ ചേറ്റുകളിലായിരുന്നു. കർത്താവ് ലോഡ് ഫാദർ, മരിച്ചവരായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ജീവൻ തന്നിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതായിട്ട് നന്ദി പറയുന്നു. സത്യത്തിന്റെ ദൈവം ഞങ്ങളെ സകല വിധത്തിലുള്ള സത്യങ്ങളിലേക്ക് നയിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് പറഞ്ഞു. പിതാവെ, അങ്ങേക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ ഒരുപാട് ബലിപീഠങ്ങളെ പറ്റി വായിക്കാറുണ്ട് അല്ലെ. ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബലിപീഠങ്ങളെ പറ്റി വായിക്കാറുണ്ട്. പുറപ്പാടിന്റെ 20 നമ്മൾ വായിക്കുന്നു അല്ലെ. പുറപ്പാടിന്റെ 27 ടാബർനാക്കിൾ ഉണ്ടാക്കേണ്ട അതിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന ബ്രോൺസ് കൊണ്ടുള്ള ബലിപീഠത്തെ പറ്റി അല്ലെ നമ്മൾ വായിക്കുന്നു. പിന്നെ ധൂപം അല്ലെ, എന്താ പറയുക, ധൂപം കാട്ടുവാനായിട്ട് ഉള്ള ഒരു ധൂപപീഠത്തെ പറ്റി വായിക്കുന്നു. അപ്പോ അതിനെല്ലാം പ്രത്യേകതയായിട്ട് പറയാനുള്ളത് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലാണ് അത് പണിയേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് പുറപ്പാടിന്റെ 20 വരാം. പുറപ്പാടിന്റെ 20 22 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. പുറപ്പാടിന്റെ 22 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്ത് ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. അപ്പം യാഗപീഠം അല്ലെങ്കിൽ ബലിപീഠം അല്ലെ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞാൽ പുറപ്പാട് 27 പറഞ്ഞിട്ടുണ്ട്, അത് ടാബർനാക്കിളിന്റെ മുമ്പിൽ ഉണ്ടാക്കേണ്ട യാഗപീഠത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പീഠങ്ങളെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ ആയിട്ടുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ദൈവം പറയുകയാണ്. ഇപ്പൊ ടാബർനാക്കിളിന്റെ കാര്യം എടുക്കുവാണെങ്കിലും ദൈവം പറയുന്നത് ദൈവം വരേണ്ട സ്ഥലത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആയിരിക്കണം അല്ലെ, ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആയിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യാഗപീഠത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
പറയുന്ന മണ്ണ് കൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കണം അല്ലെ. അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെ സമാധാന യാഗങ്ങളെ നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. എന്റെ നാമത്തിന് സ്മരണ സ്ഥാപിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ടാണ് ഈ യാഗപീഠം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചെത്തി ഒരുക്കിയ കല്ലുകൊണ്ട് ഉണ്ടാക്കരുത് അല്ലെ. ചെത്തി ഒരുക്കിയ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നീ അശുദ്ധമാക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള യാഗപീഠം ആയിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള യാഗപീഠം ആണെങ്കിൽ അവിടെ യഹോവത്തിന്റെ നാമം കുറിക്കും അല്ലെ, രജിസ്റ്റർ ചെയ്യും. അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും അല്ലെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, നമുക്ക് അനുഗ്രഹം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ക്വാളിഫയിങ് ഫാക്ടറായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ബലിപീഠം അല്ലെ, എന്റെ ഇഷ്ടത്തിന് പ്രകാരം ഒരു യാഗപീഠം, എന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ജീവിതം. അവിടെയാണ് എന്താ പറയുക ബ്ലെസ്സിങ്സിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ആണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക മണ്ണ് കൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കും. യാഗപീഠം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ വർഷിപ്പ് നടക്കുന്ന സ്ഥലമാണ് അല്ലെ. ഭൂമിയും എന്താ പറയുക സ്വർഗവും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അവിടെ അല്ലെ. ഭൂമി എന്ന് ഞാൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക, മനുഷ്യവർഗം അല്ലെ. മനുഷ്യവർഗത്തെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കുക. മനുഷ്യവർഗവും എന്താ പറയണേ നമ്മളുടെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയും ഒരുമിച്ച് വരുന്ന മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് യാഗപീഠം. അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണ്, നമുക്കറിയാം എലൈജാന്റെ യാഗപീഠം, എലൈജ അല്ലെ മൗണ്ട് കാർമൽ വെച്ച് നടത്തിയ യാഗപീഠത്തിൽ അല്ലെ ആഹാബിനെതിരായിട്ട്, ആഹാബിന്റെയും എന്താ ബാലിന്റെ പ്രോഫറ്റുകൾക്ക് എതിരായിട്ട് നടത്തിയ യാഗപീഠത്തിൽ അല്ലെ അവിടെ ദൈവം എന്താ പറയുക സന്ധ്യാസമയത്തുള്ള വർഷിപ്പിന്റെ സമയത്ത് എലൈജ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. ആ യാഗപീഠത്തിൽ ഉണ്ടായിരുന്നത് എല്ലാത്തിനും സഖ്യ ചെയ്തുകൊണ്ട് പോകുന്നു അല്ലെ. അതേപോലെ തന്നെ നമുക്കറിയാം എന്താ പറയുക എബ്രഹാം ഒരു യാഗപീഠം ഉണ്ടാക്കി ഐസക്കിനെ എന്താ പറയുക ബലി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അല്ലെ അവിടെ നടന്നത് എന്താ ഒരു ഞങ്ങൾ വർഷിപ്പ് ചെയ്തിട്ട് വരാം എന്നാണ് എബ്രഹാം പറഞ്ഞത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെയും നടന്ന ഒരു വർഷിപ്പാണ്. അവിടെയും ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന സ്വർഗത്തിൽ നിന്ന് അല്ലെ, സ്വർഗവും ഭൂമിയും ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ് അവിടെ അല്ലെ. ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെ വരുന്നത് നമുക്കറിയാം. ഡേവിഡും അതേപോലെ തന്നെ ഒരു യാഗപീഠം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ സെൻസസ് കഴിഞ്ഞ സമയത്ത് അല്ലെ ദൈവം ദൂതനെ വിട്ട് അത്രയും പേരെ കൊല്ലുകയും 70,000 പേരോളം കൊന്നു കഴിയുമ്പോൾ അല്ലെ അപ്പൊ യാഗപീഠം അവിടെ അടൂണ എന്ന് പറഞ്ഞ ആളുടെ ഒന്നാൻ എന്ന മലയാളത്തിൽ പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ എന്താ പറയാ ത്രഷിംഗ് ഫീൽഡ് അല്ലെ കളത്തില് അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കിയിട്ട് യാഗപീഠം ഉണ്ടാക്കിയിട്ട് അല്ലെ ബലി കൊടുക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഫയർ വിട്ടിട്ട് അതിനെ എന്താ പറയുക ആ യാഗപീഠത്തിലുള്ളതിന് എല്ലാത്തിനും സഖ്യ ചെയ്ത് കൊണ്ട് പോകുന്നല്ലോ. അപ്പൊ അവിടെ ദൈവത്തിന്റെ ശക്തിയും അല്ല ദൈവത്തിന്റെ പ്രസൻസും അല്ല ദൈവത്തിന്റെ ശക്തിയും ഭൂമിയും തമ്മിൽ വരുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് യാഗപീഠം എന്ന് പറയുന്നത് വർഷിപ്പ് നടക്കുന്ന ഒരു സ്ഥലം അല്ലെ. അപ്പൊ യാഗം എന്ന് പറയുമ്പോൾ അതൊരു വർഷിപ്പാണ്. ഏറ്റവും വലിയ യാഗം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ യാഗം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം ക്രോസ് ഓഫ് കാൽവരി ഒരു യാഗമാണ് അല്ലെ. അപ്പൊ ആ യാഗപീഠമാണ്. അപ്പൊ എന്ന് വെച്ച് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം പറയുന്നത് യാഗപീഠങ്ങൾ ചെയ്യാൻ പറയുക എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം യാഗപീഠങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലെ. അവിടെ നടക്കുന്ന യാഗവും അങ്ങനെയുള്ളതായിരിക്കണം. യാഗപീഠത്തെ പറ്റി മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് 1-ാമത്തെ ചാപ്റ്ററിലൊക്കെ അവിടെ തൊട്ട് അങ്ങോട്ട് വായിക്കാൻ പറ്റും. ലേവ്യ പുസ്തകം മൊത്തം എന്താ പറയുക ലെവിറ്റിക്കസ് മൊത്തം പറഞ്ഞിരിക്കുന്ന ലോയിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവം എങ്ങനെയായിരിക്കണം സാക്രിഫൈസുകൾ അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ മൃഗങ്ങൾ സാക്രിഫൈസിന് വേണ്ടി കൊണ്ടുവരുന്ന ഓരോ മൃഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ദൈവം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ യാഗപീഠത്തെ പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ, യാഗം വെക്കുന്ന സാധനങ്ങളും അല്ലെ യാഗമായിട്ട് കൊടുക്കുന്ന സാധനങ്ങളും എങ്ങനെ കാര്യങ്ങളും അല്ലെ സാധനമുള്ള കാര്യങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് ദൈവം വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്റെ നാമത്തിനെ സ്മരണ സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ദൈവ ഇഷ്ടത്തിന്
പ്രകാരം ആയിട്ടുള്ള യാഗം നടക്കുമ്പോൾ, അല്ലെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിട്ടുള്ള യാഗം നടക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമായിട്ടുള്ള യാഗം അല്ലാതിരിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ പേരിനെ ദൈവം തന്നെ തന്റെ പേരിന് സ്മരണ സ്ഥാപിക്കുകയും അവിടെ ദൈവം തന്നെ വന്ന് അനുഗ്രഹിക്കുകയോ ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ. കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന യാഗപീഠമാണെങ്കിൽ അവിടെ നിന്റെ കൈ കൊണ്ട് പണിത കയ്യ എന്താ പറഞ്ഞ ചെത്തി വെടിപ്പാക്കിയ കല്ലായിരിക്കണമെന്ന് പറയുന്നു, അല്ലെ. മണ്ണുകൊണ്ട് ഉള്ള ഒരു യാഗപീഠമായിരിക്കണം എന്ന് പറയുന്നു, അല്ലെ. എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം, അല്ലെ. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ എന്താ പറയാ, നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ നമ്മളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയനോ ഐഡിയയോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു യാഗപീഠം, അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു യാഗപീഠമാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെയാണ് യാഗമായിട്ട് കൊടുക്കുന്ന ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നെങ്കിൽ, റോമക്കത്തിലേക്ക് 2ാമത്തെ ചാപ്റ്ററില് 1ാമത്തെ വാക്കിൽ നമ്മൾ പറയും, നമ്മുടെ ശരീരം തന്നെ, അല്ലെ, ജീവിക്കുന്ന ഒരു യാഗമായിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാക്രിഫൈസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ല ദൈവം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. നമുക്ക് അധികം എന്താ പറയാ പെയിൻ എടുക്കാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, അല്ലെ. അല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ അത് നമ്മള് ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് കൊടുക്കേണ്ടി വരും, അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോഴാണ് സാക്രിഫൈസ് വരുന്നത്. നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു സാക്രിഫൈസ് അല്ല. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ മരണമാണ്, അല്ലെ. അപ്പൊ സാക്രിഫൈസ് എന്ന് പറഞ്ഞ ബലി കൊടുക്കുകയാണല്ലോ, അപ്പൊ അവിടെ നമുക്ക് വേദന എടുക്കും, അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് വേദനയെ പറ്റിയല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മളുടെ കംഫോർട്ട് സോണിൽ നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളൂ, അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളതിന് ഒരു വിലയുമില്ല, അല്ലെ. അപ്പൊ നമുക്കറിയാം ദൈവത്തിന് ഇഷ്ടമുള്ള എന്താ പറയാ യാഗപീഠങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ആയിരിക്കട്ടെ, അല്ലെ. നമുക്കറിയാം യോശുവയിലേക്ക് പോകുമ്പോൾ 22ാമത്തെ ചാപ്റ്ററിൽ, അല്ലെ, യോശുവയിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവം എല്ലാ ട്രൈബുകാർക്കും, അല്ലെ, ഗോത്രക്കാർക്കും ലാൻഡ് എല്ലാം എന്താ പറയുക വീതിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പൊ അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോഷുവ പ്രായമായി, അല്ലെ. ജോഷുവ അപ്പൊ റൂബേൻകാരെയും ഗാദുകാരെയും പിന്നെ മനശ്ശെ ട്രൈബിന്റെ പകുതിക്കാര്, അല്ലെ, അവർക്ക് വെസ്റ്റേൺ സൈഡിലായിരുന്നല്ലോ, ജോർഡന്റെ ഇക്കരെ കരയിലായിരുന്നല്ലോ അവരുടെ ലാൻഡ് അവർ തന്നെ എടുത്തത്, അല്ലെ. അവർ തന്നെ മോസസിനോട് പറഞ്ഞ് സ്വീകരിച്ച ലാൻഡ്. അപ്പൊ അവരെ മോസസ് തന്നെ ദൈവം മോസസ് വഴി പറഞ്ഞിരുന്നു ഇപ്പുറത്തെ ജോർഡൻ താണ്ടി അപ്പുറത്ത് ചെന്നിട്ട് ബാക്കിയുള്ള 10 ട്രൈബുകാർക്കും ഹെൽപ്പ് ചെയ്യണം അവര് ലാൻഡിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെ. അപ്പൊ കാരണം ഒരുപാട് ആളുകളുണ്ടല്ലോ അവിടെ, ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അപ്പൊ അവരെയെല്ലാം ഓടിച്ചിട്ട് ആ ലാൻഡ് ഇസ്രായേൽ ബാക്കിയുള്ള 10 ട്രൈബിന് കൊടുക്കുന്നതിന് വേണ്ടി ഈ 2 ട്രൈബും കൂടെ പോയി യുദ്ധം ചെയ്യണം, പുരുഷന്മാർ പോയി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞ് ലാൻഡെല്ലാം കിട്ടിയതിന് ശേഷം അവര് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ജോർദാന്റെ കരയിൽ വെച്ച്, അല്ലെ, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഒരു യാഗപീഠം ഉണ്ടാക്കുന്നു, അല്ലെ. യാഗപീഠം ഉണ്ടാക്കുന്നു എന്ന് ബാക്കിയുള്ള 10 ട്രൈബുകാർ 10 ഗോത്രക്കാർ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ആകപ്പാടെ പേടിയാവുന്നു, അവർക്ക് ആകപ്പാടെ പരവേശമാവുന്നു. അവര് എന്താ പറയാ ആളുകളെ വിട്ടുന്നു, അല്ലെ, ഒരു ഡെലിഗേറ്റ്സിനെ പോലെ വിട്ടിട്ട് എന്താ പറയാ റൂബേൻകാരോടും ഗാദുകാരോടും മനശ്ശേക്കാരോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, ദൈവത്തിനെതിരായിട്ട് എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, കാരണം അവരോട് പറഞ്ഞ കാര്യമുണ്ട്, ഇത് ദൈവത്തിന്റെ കോപത്തിന് പാത്രമാകും, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഓൾറെഡി ടാബർനാക്കിൾ അല്ലെങ്കിൽ അത് യാഗപീഠം ഉള്ളപ്പോ നിങ്ങളുടെ താല്പര്യപ്രകാരം പോവുകയാണെങ്കിൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, അല്ലെ, യാഗപീഠം ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത് ആണെങ്കിൽ സ്ഥലമാണെങ്കിൽ യാഗപീഠം നമ്മളുടെയൊക്കെ താല്പര്യമുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യം അല്ല എങ്കിൽ നമ്മുടെ താല്പര്യമുള്ള രീതിയിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതൊരു വലിയൊരു തെറ്റായിട്ട് തന്നെ ഇരിക്കും, ദൈവത്തിന്റെ കോപത്തിന് പാത്രമായി തീരുക തന്നെ ചെയ്യും, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ എന്താണ് ഇഷ്ടം
ഉള്ളത്. അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രീസ്റ്റുമാരോടാണ് യാഗം ചെയ്യാനുള്ള അവകാശം, പ്രീസ്റ്റുമാർക്കാണ് അല്ലെ, പുരോഹിതന്മാർക്കാണ് യാഗം ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നെങ്കിൽ നമ്മളെ ഇന്ന് റോയൽ പ്രീസ്റ്റ്, രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം നടത്തുന്നതിന് വേണ്ടി അല്ലെ, ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളെ എല്ലാവരും ഒരുപോലെ ദൈവം എന്താ പറയുക, ഒരു ടെമ്പിളാക്കി, ദൈവത്തിന് വസിക്കുന്നതിനുള്ള ടെമ്പിളാക്കി തന്റെ ചർച്ചിനെ അദ്ദേഹം പണിതെടുക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്? എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത് അല്ലെ? എൻ്റെ ഹൃദയം ഒരു യാഗപീഠമാണെങ്കിൽ അത് ഞാൻ ബലി കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ? എൻ്റെ ഹൃദയത്തെ ഞാൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്, എൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലാണോ അല്ലെ, രീതികളാണോ ഞാൻ ചെയ്യുന്നത്? അതോ എനിക്കിഷ്ടമുള്ള രീതിയിൽ, എൻ്റെതായിട്ടുള്ള രീതിയിൽ, എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, എനിക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ, എനിക്ക് കുറച്ച് ഫെയിം കിട്ടുന്ന രീതിയിൽ, എനിക്ക് കുറച്ച് എന്താ പറയാ പണം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണോ ഞാൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മളുടെ ഐഡിയ ആണ് ഉള്ളതെങ്കിൽ, നമ്മുടെ ഒപ്പീനിയൻസിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അവന്റെ പേരിന്റെ സ്മരണ അവൻ സ്ഥാപിക്കത്തില്ല, അവൻ നാമത്തിന്റെ സ്മരണ അവൻ സ്ഥാപിക്കത്തില്ല. അങ്ങനെ അവന്റെ പേരിന്റെ സ്മരണ അവൻ സ്ഥാപിക്കാതിരിക്കുന്ന സ്ഥലത്ത് യേശുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെ. നമുക്കറിയാം ഡേവിഡായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. കിങ് സോള് അല്ലെ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതിരുന്ന ഒരു കാര്യം ചെയ്യിപ്പിച്ചപ്പോ ദൈവത്തെ കൊണ്ട് അവര് കരഞ്ഞു എന്താ പറയുക, ഇവര് ഇസ്രായേൽ മക്കൾ അവര് നിർബന്ധപൂർവമാണ് സോൾ എന്ന വ്യക്തി രാജാവാക്കി കൊണ്ടുവന്നത്. അത് ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്ന ദൈവത്തിന് താല്പര്യമായിരുന്നില്ല. എന്നിട്ടും കൂടി ദൈവം അനുവദിച്ചു. ഓക്കെ, എങ്ങനെയാണെന്നും വേണ്ടില്ല, നിങ്ങൾ അങ്ങനെയാണ് താല്പര്യം, അങ്ങനെ നടക്കട്ടെ. അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അത് നല്ലതിനായിട്ട് തീർന്നില്ല അല്ലെ. നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അനുഗ്രഹമായി തീരത്തില്ല. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആയിരിക്കട്ടെ അല്ലെ, ദൈവത്തിന്റെ മരണ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. നമ്മുടെ ഹൃദയം ഒരു ഓൾട്ടറാക്കി നമുക്ക് തീർക്കാം, നമ്മുടെ ഹൃദയം നമുക്കൊരു യാഗപീഠമാക്കി തീർക്കാം. അവിടെ കൊടുക്കുന്ന ബലി എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ള ബലിയായിരിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ബലിയായിരിക്കരുത് അല്ലെ. നമ്മുടെ ജീവിതത്തെ നമുക്ക് അവനുള്ള ഒരു സാക്രിഫൈസ് ആയിട്ട് നമുക്ക് തീർക്കാം. അത് അവിടെ അവൻ ഇഷ്ടമുള്ളത് മാത്രം നമുക്ക് ചെയ്യാം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെ. അങ്ങനെ ചെയ്ത സാക്രിഫൈസിന് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളൂ, അത് മാത്രമേ അവൻ സ്വീകരിക്കത്തുള്ളൂ അല്ലെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡേവിഡ് തെറ്റ് ചെയ്തപ്പോ ഡേവിഡ് എന്താ പറയണേ, അരുണോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒർണാൻ എന്ന് പറയുന്ന ആളുടെ കളത്തിൽ അല്ലെ ബലി കൊടുത്തു. അപ്പൊ ഓൾട്ടർ ഉണ്ടെങ്കിൽ യാക്കോബിയുടെ ഉണ്ടെങ്കിൽ ബലി കൊടുത്തു കഴിഞ്ഞപ്പോ ഡേവിഡിന്റെ ഹൃദയം നല്ലതായിരുന്നു. ഡേവിഡ് താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡേവിഡ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു ബലി കൊടുക്കുക, ദൈവം സ്വീകരിച്ചു. പക്ഷെ സോളിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല അല്ലെ. സമൂഹയിൽ വരാൻ പോലും കാത്തു വെക്കാതെ സോൾ ഒരു ബലി കൊടുത്തു കഴിഞ്ഞപ്പോ അത് സോളിന്റെ കയ്യിൽ നിന്ന് ദൈവം രാജ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ബലി കൊടുപ്പായി പോയി അല്ലെ. ദൈവം സോളിന്റെ കയ്യിൽ നിന്ന് രാജ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയല്ലേ സാമൂല് പറഞ്ഞിരുന്നത്, നിന്റെ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നതല്ലേ ദൈവം എന്നേക്കുമായിട്ട്, പക്ഷെ നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അത് നടക്കത്തില്ല, ദൈവത്തിന് താല്പര്യമില്ലാത്ത കാര്യം ചെയ്തു അല്ലെ. അപ്പൊ ദൈവത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, ദൈവം ഒരിക്കൽ പോലും നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് വരത്തില്ല അല്ലെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല അല്ലെ. അപ്പോൾ നമ്മളായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ നശിപ്പിക്കുന്ന വ്യക്തികളാകരുത്. നമ്മുടെ ജീവിതം അല്ലെ ദൈവത്തിനുള്ള ബലിയായിട്ട് നമുക്ക് കൊടുക്കാം അല്ലെ. അവന് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം ആയിരിക്കട്ടെ. യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെ, ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. എന്താ പറയാ, നമ്മൾക്ക് എത്ര നാളുണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് മരിച്ചു പോകുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ യേശുവിന്റെ വരവ് എന്നാന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പലതും യേശുവിന്റെ വരവിനെ വിളിച്ചോതുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, സയൻസും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പല അടയാളങ്ങൾ കാണുന്നു. അവൻ എന്ന് വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം.
വളരെ കുറച്ച് നാളുകളെ ഒരുപക്ഷെ ഉണ്ടാകത്തുള്ളൂ. അല്ലേ? നമ്മുടെ കൈകളിൽ. അപ്പൊ ഇന്ന് തന്നെ നമുക്കൊന്ന് ക്രമീകരിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട്, അല്ലെ, നമ്മുടെ ജീവിതത്തെ ഒരു ജീവിക്കുന്ന സാക്രിഫൈസ് ആയിട്ട്, ജീവിക്കുന്ന ബലിയായിട്ട് നമുക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കാം. അവന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ബലിയായിട്ട് നമുക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കും. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന കൃപയ്ക്കായിട്ടുള്ള നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് വരുന്ന സമയം എടുത്തിരിക്കുന്നു കർത്താവേ. ലോർഡ് ഫാദർ, ഞങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ. കുറ്റങ്ങളും തെറ്റുകളും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ലോർഡ് ഫാദർ, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിലമ്മേ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിലമ്മേ. ഇന്ന് കേട്ടിരുന്ന ദൈവത്തിനകത്ത് നമ്മോത്തുണ്ടാകട്ടെ.